ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ചതിന് ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ദേവിച്ചന്റെ ഓരോ കാര്യങ്ങൾ എന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയാം. ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് വാങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിടിച്ചു പറിച്ചെടുക്കണം. അപ്പൊ പിന്നെ ഞാനിപ്പം എന്റെ സമ്മതത്തോടു കൂടി ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി, അതിന്റെ പിന്നാമ്പുറം പോയിട്ട് ഞാൻ പിന്നെ അയാൾ വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അയാൾക്കെതിരെ പീഡന കേസ് കൊടുക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലേ അധപ്പതനം, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഈ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതല്ലേ അധപ്പതനം? ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയ പരാതി മുഖ്യമന്ത്രി വായിച്ചതിന് ശേഷം ആ പരാതിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കും UDF-നും എന്തേ ഇക്കാര്യത്തിൽ നിയമത്തെ അതിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കാത്തത്? ഇത് ഒന്നും അല്ല കേട്ടോ. ചിലവർ വിചാരിക്കുന്ന ഈ ആണെന്ന് പറഞ്ഞിട്ട് താഴെ വന്ന് കമന്റ് ഇടുകയൊക്കെ ചെയ്യും. 10 വർഷം മുമ്പ് ഗണേഷിന്റെ ആദ്യ ഭാര്യ ഗണേഷിനെതിരെ ഒരു പരാതിയായിട്ട് ഉമ്മൻചാണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് പിണറായി സഖാവ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് കേരളം ഭരിക്കുന്നത് ആരാണ്? ഇതേ സഖാവ് പിണറായിയാണ്. സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ഉടനെ തന്നെ ഒരു കത്തുമായിട്ട് അവർ വരും. അതും അവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ അത് മാത്രമല്ല, കേരള പോലീസിനെ ആ സ്ത്രീ വിളിച്ചു വരുത്തിയതിന് ശേഷം മന്ത്രിയുടെ കൂടെ നിന്നത്. അവരൊരു കാഴ്ച കണ്ടു, സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ ഊഹിച്ചെടുത്ത് എന്താണെന്നുള്ള രീതിയിലാണ്. അതിനെതിരെ അവർ സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇന്ന് കേരളം ഞാൻ പറയട്ടെ, ഒരു 5-6 മാസം മുമ്പ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തായിരുന്നല്ലോ. ആ സമയത്ത് രാഹുലിനെ കൊല്ല ചെയ്ത ടീമുകളാണ്. ഇപ്പൊ എന്തുകൊണ്ട് നിന്റെയൊക്കെ വാ അടച്ചു വെച്ചിരിക്കുന്നു? ഓക്കെ, ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാർ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക. അന്ന് 10 വർഷം മുമ്പ് പിണറായി സഖാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. 10 വർഷം മുമ്പുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ വെച്ച് തരുന്നത്. ഇപ്പോഴും അതേ സ്റ്റാൻഡ് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ, അദ്ദേഹത്തിന് അത് കാണുമോ ഇല്ലയോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവരുടനെ കേസും കാര്യങ്ങളുമായിട്ട് പോകാമെന്ന് അറിയാൻ കഴിയും. അപ്പോഴും ഇത് കണ്ടിരിക്കണം. ഇതിപ്പോൾ നമ്മൾ 10 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് തൂക്കിക്കൊണ്ട് വന്നത്. ഓക്കെ, ഇത് പരമാവധി ഷെയർ ചെയ്യണം. ഈ ഒരു വിഷയം പരമാവധി ഷെയർ ചെയ്ത്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ ആൾക്കാർ പരമാവധി ഷെയർ ചെയ്ത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ധൈര്യമായിട്ട് അങ്ങ് ഷെയർ ചെയ്തോ. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കൂടെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. അഭിപ്രായം കമന്റ് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്തു. നമുക്ക് വീഡിയോ കാണാം. ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ല. ഓക്കെ, ഈ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞിട്ട് സരിതയുടെ പഴയ ഒരു വോയിസും കാര്യങ്ങളും ഞാൻ വെച്ച് തരും. ആരും പാതിക്കിട്ട് പോകരുത്. സരിതയുടെ ഒരു വോയിസും കാര്യങ്ങളും ഉണ്ട്. ഇത് വീഡിയോ മൊത്തം കാണാം. പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും നിങ്ങൾ കേൾക്കണം. പിന്നെ മറ്റേയാളെ കുറിച്ച് പറഞ്ഞ കാര്യം എന്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ ആഘോഷം നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു. സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി. രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുക നടക്കുന്നവന്മാരല്ലേ അത് അഭിപ്രായം പറയും? എന്നെ പറ്റി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് യോഗ്യതയുള്ളതെന്ന്. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ R ബാലകൃഷ്ണപിള്ളയാണ്. നൈസായിട്ട് തന്തയ്ക്ക് വിളിച്ച് ഇതിന്റെ ഒരു ബാക്കി വർഷം ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. എന്തായാലും അറിഞ്ഞു കാണുമല്ലോ, ഗണേഷ് കുമാറിന്റെ വൈഫ് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല പണിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എലക്ഷൻ വരുമ്പോൾ ഓക്കെ, സാധാരണ വേറെ സ്ത്രീകളാണ് വരുമൊക്കെ ചെയ്യുന്നത്. ഇത് സ്വന്തം ഭാര്യ തന്നെ. ഇതിപ്പം ഇദ്ദേഹത്തിന്റെ 2ാമത്തെ വൈഫാണ്. ആദ്യത്തെ വൈഫ് വന്നിട്ട് ഒരുപാട് കഥകൾ ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഥകൾ. ഇപ്പൊ അത് കഴിഞ്ഞപ്പോൾ പിന്നെ സരിത ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവൊക്കെ ചെയ്ത് പോട്ടെ. ഇപ്പം നല്ല രീതിയിൽ അയാളൊരു കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുക എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. 2 കാലം മന്തുള്ള ഒരുത്തനാണ് 1 കാലം മന്തുള്ളവനെ കളിയാക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കെട്ടിലേക്ക് അടുത്ത് അദ്ദേഹം സംസാരിച്ച രീതി എന്നൊക്കെ പറയുമ്പം എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ വെച്ചതാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ ഞാൻ നല്ല രീതി ആക്കി തന്നെ സംസാരിച്ചത്. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് സംസാരിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവറ്റയുടെയൊക്കെ അഹങ്കാരം. ഈ 6 മാസം കൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോകുന്നുണ്ട്. ഇവിടുത്തെ DYFIക്കാരാണെങ്കിലും LDFകാർ എല്ലാവരോടും എനിക്കൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പാർട്ടിക്കാരൻ ഇപ്പോൾ ഒരു തോന്നിവാസം കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിലപാടെന്താണ് പറ. അദ്ദേഹത്തിന് അധികാരവും കാര്യങ്ങളും എല്ലാം ഉണ്ടോണ്ട് ആ
ആ സ്ത്രീയെ ഒരുപാട് ദ്രോഹിച്ചെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ന്യൂസും ആ ചെറിയൊരു വോയിസ് ഒക്കെ ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം. അത് കഴിഞ്ഞിട്ട് സരിതയുടെ വോയിസും കൂടെ വെച്ച് തരാം. പഴയ ഒരു വോയിസ് ഉണ്ട്, നിങ്ങളത് മിസ് ചെയ്യരുത്, കാണുക. ആരോപണവുമായി ഭാര്യ ബിന്ദു മേനോൻ വാളകത്തെ വീട്ടിലെ കിടപ്പുമുറിയിൽ അരുതാത്ത സാഹചര്യത്തിൽ ഗണേഷിനെ കണ്ടുവെന്നും ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുവെന്നും ബിന്ദു മേനോൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെ ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാൻ ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാം. എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ബിന്ദു മേനോനെ തുറന്നു പറച്ച്. ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകളെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാസങ്ങളായി താൻ വാളകത്തെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പ്രശ്നങ്ങളിൽ വ്യക്തത തേടി കഴിഞ്ഞ ശനിയാഴ്ച വാളകത്തെ വീട്ടിലെത്തിയപ്പോഴാണ് കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടത്. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് മൈ സ്റ്റാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് വരാന്ന് വെച്ചാൽ പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കയ്യിൽ പിടിച്ച്. ഓക്കെ, അപ്പം സ്റ്റാഫിനോട് പറഞ്ഞ രീതിയാണ് അവരുടെ ഫോൺ മേടിക്കുക, അങ്ങനെയാണ്, മറ്റാണ്, മാടയാണ്, കോടയാണ്, ചക്കയാണെന്നൊക്കെ. ഓക്കെ, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളുടെ ബന്ധം നടത്തുമോ നടത്താതിരിക്കുമോ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങൾ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സ്വന്തം ഭാര്യയാണ് നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കേട്ടും ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുവാണെങ്കിൽ അത് പിന്നെ എന്താ പറയണ്ടേ, പീഡിപ്പിച്ചു എന്നാണ് എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നത്. അതും രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ട് അവൾമാർ തനി കുണം കാണിക്കുകയും ചെയ്തു, നേട്ടത്തിന് വേണ്ടി. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. ഇതിപ്പോൾ നിങ്ങളുടെ സ്വന്തം ഭാര്യ വന്നിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്, നിങ്ങളുടെ ഓരോ വൃത്തികളും. അവരവരുടെ മുഖം, ഫേസും കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ കാണിച്ചിട്ടാണ് അവർ വന്നിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്, അത് മീഡിയയോടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിപ്പം രാഹുലിനെ കുറ്റം പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് അങ്ങനെയാണെങ്കിലോ? പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. ഇപ്പോൾ പഴയ ഒരു കേസ് കേട്ടുണ്ട്, സരിത സംസാരിക്കുന്ന ചില ഒരു വോയിസ് ഉണ്ട്, ഞാനത് വെച്ച് തരാം. ഇതിന്റെയൊക്കെ സൂത്രധാരനാണ് എന്നാണെന്ന് ഗണേശനെ കുറ്റം, ഒരിക്കലും ഗണേശനെ കുറ്റം പറയുന്നില്ല ആദ്യകാലം. അറിയാമായിരിക്കും, അറിയത്തില്ലെങ്കിൽ ഞാനും ഗണേശൻ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. ഒരു 2005 തുടങ്ങിയ റിലേഷനാണ്. ഈ 2005 തുടങ്ങിയ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ വ്യവസായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ പേരിലോ സംസാരിക്കേണ്ട ആ ഒരു റിലേഷൻ അല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്റെ സമ്മതത്തോടു കൂടി ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി. അതിന്റെ പിന്നാമ്പുറം പോയിട്ട് ഞാൻ പിന്നെ അയാൾ വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ അയാൾക്കെതിരെ പീഡന കേസ് കൊടുക്കുന്നത് ശരിയായ രീതിയാണോ? ആ കാര്യത്തിൽ ചേച്ചി പെണ്ണെന്ന് ഞാൻ പറയും. അത് പെണ്ണ് അങ്ങനെ പൊളിച്ച് സരിത, ആ കാര്യത്തിൽ സരിത പൊളിച്ച്. അതിൻ്റെ പേരും പറഞ്ഞിട്ട് പീഡനം, അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു ചെല്ലുന്നത് മോശമാണ്. പിന്നെ രണ്ടാമത്തെ കുട്ടി ഗണേശൻ്റെ ആണെന്നുള്ള രീതിയിലൊരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവർ തന്നെ പറയാതെ ചിലരടുത്ത് പറയുന്നുമുണ്ട്. ഓക്കെ, ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. എന്റെ സമ്മതത്തോടു കൂടി ഞങ്ങൾ സഹകരിച്ച് ജീവിച്ചതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് തിരിച്ചു പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, തിരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. സുനിത എന്നോടാണ് പറഞ്ഞിരുന്നത്, സരിത മറ്റേ ജയിലിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ആരോട് പറഞ്ഞിരുന്നു, ജയിലിൽ വന്ന ഗണേശ് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പറച്ചിലുണ്ട്. പക്ഷെ ഗണേശ് കല്യാണം കഴിച്ചില്ല. പിന്നെ എന്നെ ഗണേശ് പെട്ടെന്ന് മാറാൻ കാരണം അല്ല, അതെനിക്കറിയില്ല. ഇപ്പോഴത്തെ വിവാഹം കഴിച്ചതിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നേ എനിക്കറിയുള്ളൂ. അത്രയൊക്കെ എനിക്കറിയുള്ളൂ. കാര്യം ഇപ്പോഴത്തെ വിവാഹം ഇത് 3-4 വർഷം മുമ്പുള്ള കുറച്ച് നാൾ മുമ്പുള്ള വോയിസ് ആണ്. ഇപ്പോഴത്തെ വിവാഹം എന്ന് പറഞ്ഞ ഈ സ്ത്രീയാണ്. അവരായിട്ട് എന്തോ വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ അന്നേ സരിത പറയുന്നുണ്ട്. അപ്പൊ സരിതയായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, സരിത രംഗത്ത് കൊണ്ടുവന്നിട്ട് ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വ്യക്തിയെ, അതും ഇവളും ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ, അതും കട്ടിലെ അദ്ദേഹം വലിച്ചെറിഞ്ഞു, ക്രൂരമായിട്ട് ദ്രോഹിച്ചെന്നാണ് പറഞ്ഞത്. ക്രൂരമായിട്ട് ആ വ്യക്തി ദ്രോഹിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ അദ്ദേഹത്തിനൊരു തീപ്പെട്ടിക്കൊള്ളി പോലും എടുക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരുന്നത് പോലും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹമാണ് ഇവരെ വലിച്ചെടുത്തെറിഞ്ഞത്. KC വേണുഗോപാൽ ഉൾപ്പെടെ. അന്നത്തെ ഞാൻ കുഞ്ഞിലെ ഇരുന്ന് കേൾക്കുന്ന ന്യൂസായിരുന്നു ഇതൊക്കെ. അന്ന് നമ്മുടെ ഇവിടെ മുമ്പ് ഇരിക്കുമ്പോൾ ഇത് ഭയങ്കര വിവാദമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ഷൻ. കഷ്ടം. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ആർക്കൊക്കെ ഒരു സമാധാനം ഉണ്ടോ? ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉള്ളതെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അത് ആരായാലും ശരി, അത് അടിക്കേണ്ട സമയത്ത് അടിക്കും. അടിച്ചു കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ആ ഒരു വ്യക്തിയോട് ചെയ്തതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഓക്കെ, ബാക്കി വെക്കാം. ജയിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചില്ല. എന്തോ ഒരു കാര്യം സംഭവിച്ചു, ഇപ്പൊ വിവാഹത്തിന്റെ പുറകിലെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ.
അത് ഞങ്ങൾ തന്നെ ഏകദേശം ആ ഒരു ഇതിനാണ് മുമ്പോട്ട് പോയിരുന്നത്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കാര്യം. അല്ല, അവള് പെണ്ണെന്നേ ഞാൻ പറയത്തുള്ളൂ. പരസ്പര സമൂഹത്തോട് അവര് സന്തോഷിച്ച് ആഘോഷിച്ച് എല്ലാം കഴിഞ്ഞ് ഒരാൾ ഒരു ജീവിതം തേടി പോകുമ്പം ആ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ നോക്കുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഈ കീഴിക്കൂടെ പണിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ചിലവന്മാർ പണിയും. കാരണം ചിലവരൊക്കെ അങ്ങനെയാണ്, നൈസായിട്ട് ഇവിടുന്ന് ചാടിയിട്ട് ഇപ്പുറത്ത് നിന്നിട്ടില്ല അവന്റെ കുറ്റം പറയുന്ന ചില ടീംസുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചില ആൾക്കാരൊന്നും വെറുതെ വളർത്തുന്നില്ല. ഇവരത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അഭീതമാണെങ്കിൽ പോലും കൈയടിക്കേണ്ട കേസ് കേട്ടാണ് ആ ഒരു കാര്യത്തിലോ. ഇല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് കണ്ടില്ലേ, എല്ലാം സെയിം തന്നെ. പക്ഷെ അവൾമാരെന്തെടുത്ത് നൈസായിട്ടിട്ട് അങ്ങ് ഇത് ചെയ്ത്. ഇത് ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗണേഷ് കുമാറിന്റെ കാര്യമാണ്. വന്നിട്ട് ഓരോ മീഡിയയിലും വന്നിട്ടിരുന്ന ഉപദേശമാണ്. അയ്യോ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, ഈ എന്തോ ഉണ്ട്. അന്തസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. താനും ഒട്ടും മോശമൊന്നുമല്ലല്ലോ, താനും തോക്കുമുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. എന്നിട്ടാണ് ഇമാതിരി വർത്താനം. ഈ അടുത്ത സമയത്ത് 1.5 മാസം മുമ്പ് ഭയങ്കര വെറുപ്പീരായിരുന്നു അദ്ദേഹത്തിന്റെ സ്പീച്ച്, പ്രത്യേകിച്ച് രാഹുലിന്റെ കേസ് കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഈ കാര്യം സംസാരിക്കുന്നത്. എന്റെ അറിവോടുകൂടി എന്റെ സമ്മതത്തോടുകൂടി മറ്റൊരു ഇതും ഇല്ലാതെ ഞങ്ങൾ സ്നേഹിച്ചതാണ്. അപ്പൊ പിന്നെ അതിനകത്ത് ഇപ്പം പിന്നെ മറ്റുള്ളൊരു പ്രോജക്ട് ചെയ്തവരാണെന്നും അല്ലെങ്കിൽ ഒരു മന്ത്രി കൊണ്ടുപോയി ഒരു കൂട്ടിട്ട് വേറൊരു ആൾക്ക് കൊടുക്കുന്ന രീതിയൊന്നും ആയിരുന്നില്ലല്ലോ. അതൊന്നും ഇല്ല. എന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ഇഷ്ടത്തിനാണ് പോയത്. അതിനപ്പുറം വേറെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള നടക്കേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ സരിതയ്ക്ക് കൈയടി കൊടുക്കണം. ഇവിടെ കുറെ അതിജീവിതമാരെന്നൊക്കെ പറഞ്ഞ് കുറെ അവൾമാര് വരുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗീതത്തിന് ഇത്രയും കൈയടി കൊടുക്കുന്നത്. ഗണേഷ് കുമാർ, താങ്കൾ ഭാഗ്യവാനാണ്. ആ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് കേരളം നിങ്ങളെ എനിക്ക് ചിരിയും വരുന്നത്. എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. കഴിഞ്ഞ ഒരുപാട് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ എന്തോരം അപമാനം സഹിച്ചിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അപമാനം സഹിക്കുന്നില്ല എന്നല്ല, എന്നാലും അതിനൊരു ഒരു വെളിച്ചം കിട്ടിയെന്നുള്ളത് തോന്നുന്നത് എനിക്കുണ്ട്. അതിന്റെ സന്തോഷം വലുതായിട്ട് ഞാൻ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നില്ല. കാര്യം നമുക്കതൊന്നും നല്ലതായിട്ട് വിളിച്ചിട്ടൊന്നുമില്ല. പറഞ്ഞത് ആ സരിതയെ ആദ്യം ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ പറഞ്ഞ ഓരോ ആരോപണങ്ങളും വീണ്ടും ഉറച്ചു നിൽക്കുന്നതിന്റെ മാത്രം പോട്ടു. അപ്പൊ ഈ പറഞ്ഞ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അക്യൂസ് ചെയ്തിരിക്കുന്നവരൊക്കെ അതിൽ തന്നെ ഉറച്ചിരിക്കുവാണ്. ആരെങ്കിലും ഒഴിവാകും നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഇതുമായിട്ട് എന്താ ആസ് യൂഷ്വൽ എങ്ങനെയാണോ സഹകരിക്കേണ്ടത് അതേപോലെ തന്നെ സഹകരിക്കും. അത്രയേ ഉള്ളൂ. നമ്മളെടുത്ത് മൊഴി എടുക്കാൻ വന്നാൽ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാര്യം എനിക്ക് ഒന്നും നഷ്ടപ്പെടാനും ഇല്ല, ഒന്നും നേടാനും ഇല്ല. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അതാണ് സത്യം. നമ്മളിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒരു പ്രത്യേക തലത്തിൽ നിന്ന് വളരെ താഴേക്ക് നമ്മള് കേരളത്തിൽ നമുക്കൊരു ജോലി കിട്ടില്ല. കേരളത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എന്നെ പറ്റി പറഞ്ഞു ഞാനത് ഓക്കെ. കേരളത്തിലിപ്പോൾ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഒരു നാട്ടുകേസ് ആയിട്ടുണ്ടായിരുന്നല്ലോ ആ സോളാർ വിഷയത്തിലാണെങ്കിൽ പോലും. എന്തിന്? സ്വന്തം നേട്ടത്തിന് വേണ്ടി, മറ്റുള്ളവർ സ്വന്തം നേട്ടത്തിന് വേണ്ടി കാണിച്ച ഓരോ തോന്നിവാസങ്ങളും പെട്ടുപോയത് പാവം പിടിച്ചൊരു മനുഷ്യൻ ഉമ്മൻചാണ്ടി എന്ന് പറയും. ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ മനുഷ്യൻ, ഒരു തെറ്റും കുടുക്കിയതാണ്. ഞാനിത് കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരായാലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരായാലും DYFI ആണെങ്കിലും എല്ലാവരും ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. പാർട്ടിക്കാർ നിങ്ങളെ വെച്ച് മുതലാക്കും, നേതാക്കന്മാർ മുതലാക്കും. നമുക്ക് ഓക്കെ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കാൻ വേണ്ടി നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതേ കൂടെ പെട്ടുപോകുന്ന കുറേ പാവം പിടിച്ച പിള്ളേരുണ്ട്. വീറും ഭാഷയൊക്കെ കാണിച്ച് പലതും ചെയ്യും, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് നാട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയുവാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. നേതാക്കന്മാർ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെയൊക്കെ നേതാവ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചേട്ടന്മാർ ഏതെങ്കിലും പൊസിഷനിൽ നിൽക്കുന്നവരാണോ എന്നും കൂടെ ഒന്ന് ചിന്തിക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ അവരാദ്യം ഒരു കാര്യം എത്തിക്കഴിഞ്ഞാലല്ലേ നമുക്ക് എത്താൻ പറ്റൂ. നമ്മളെ എരിവ് കയറ്റോടാ, നീ അത് ചെയ്യും, നീ ഇത് ചെയ്യും, നീ മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യും എന്നൊക്കെ കടന്നു പറയും. നമ്മളെല്ലാം പോയി ചെയ്ത് കഴിയുമ്പോഴോ ഇവർക്ക് ക്രെഡിറ്റും കിട്ടും. ക്രെഡിറ്റ് കൊണ്ടുപോട്ടെ പുള്ളി, അതൊരു വിഷയമായിട്ടുള്ള കാര്യം. ക്രെഡിറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് അവരങ്ങ് ഉന്നതിയിലോട്ട് അങ്ങ് എത്താൻ വേണ്ടി കൂടെ ഉള്ളവനെ വെട്ടാനാണെങ്കിൽ അതും ചെയ്യും. പറഞ്ഞ് മനസ്സിലായോ? ആരും ചെന്ന് ബലിയാടാവാതിരിക്കുക, സൂക്ഷിച്ച് കണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടം പറയുന്നത് വെച്ചാൽ അറിയാമല്ലോ, പുള്ളി പാലക്കാട് വന്ന് മീഡിയ ഒരു ഉദ്ഘാടനത്തിന് വന്നതാണ്. അപ്പോഴാണ് പിന്നെ ഈ ഒരു കേസ് കെട്ടും കാര്യങ്ങൾ പൊങ്ങി വരികയൊക്കെ ചെയ്ത് അവസാനം കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത രാഹുലിന്റെ കേൾക്കാം. പറ്റി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് യോഗ്യതയുള്ളതെന്ന്. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത്
ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം ശ്രീ കെ വി ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞൊരു ആരോപണമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് എന്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ കെ വി ഗണേഷ് കുമാർ എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും സ്വന്തം തന്ത വരെ എടുത്തിട്ട് കൊടുത്തതാണ് ഈ ഒരു മകനെ കുറിച്ച്. പുള്ളി പറഞ്ഞു ഒരു പ്ലേ ബോയ് ആണെന്ന്, അവനൊരു മോശക്കാരനാണെന്നുള്ള സ്വന്തം അച്ഛൻ പറഞ്ഞു. ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഏറ്റെടുത്ത് കഴിഞ്ഞ അവിടുത്തെ അവസാന ഇലക്ഷനിൽ നിന്ന് അവർ ജയിക്കുകയും ചെയ്തു. പക്ഷെ ഇവൻ കാണിക്കുന്ന ഓരോ കൊള്ളരാഴ്ത്തകൾ ചില സമയങ്ങളിൽ വന്നിട്ട് ചില കാര്യങ്ങളിലൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, നല്ലതൊക്കെ ചെയ്യും ഒക്കെ ആൾക്കാർ ഒരു ഇതാക്കാനൊക്കെ പുള്ളിക്ക് നല്ല രീതിയിൽ എടുക്കുക. പക്ഷെ അതിൽ നിന്ന് നല്ല രീതി ആൾക്കാരെ പറ്റിക്കാനും ഈ ഒരു മനുഷ്യനറിയാം. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. പറഞ്ഞിട്ടുള്ള കമന്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത്ര അഗ്രസീവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം IVF സെന്ററുകളുടെ കാര്യം പറഞ്ഞു. IVF സെന്ററുകൾ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് പത്തനാപുരത്താണ് എന്ന് ചില അനുഭവസ്ഥർ തന്നെ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പൊ അതൊന്നുമല്ലല്ലോ വിഷയം, എത്ര ഗൗരവതരമായ വിഷയമാണ്. ശ്രീ കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മറ്റാരെയും പോലെയല്ല. സാധാരണ ഒരാളെ 3 പേരെ അടിക്കുക, ആ 3 പേരെ അടിച്ചതിന്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ശ്രീ കെ വി ഗണേഷ് കുമാറിന്റെ ചരിത്രം എന്താണ്? അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ, അല്ലേ? സാധാരണ 3 അടി ഉണ്ടാകാറുണ്ട്, ഒറ്റ അടിക്ക് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ്. ആ അടിയുടെ പാടിന് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ. ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ കെ വി ഗണേഷ് കുമാർ മനസ്സിലാക്കി നന്നായിരിക്കും. ഇനി ഗൗരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരില്ലാത്ത ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൗസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ കെ വി ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? അതിന് ഉറപ്പില്ല. ഇവിടുത്തെ പോലീസുകാർക്ക് ഉറപ്പ് കാണത്തില്ല. കാരണം പിണറായി വിജയനല്ലേ സംരക്ഷിക്കുന്നത്. ഇതുപോലുള്ള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോവും. ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന കേരള സർക്കാരിന് രാഹുൽ വാ തുറന്നു കഴിഞ്ഞാൽ തീരാനേ ഉള്ളൂ ഇവന്മാരൊക്കെ. അങ്ങനെ ചോദിക്കുന്നതിന് ഉത്തരം കാണുമോ ഇവന്മാർക്ക്? ഇല്ല. ഇത് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി രാഹുലിനെ പുറത്താക്കിയത്. പക്ഷെ ഇപ്പോഴും പാർട്ടി പറഞ്ഞാൽ ഞാൻ പാർട്ടിയുടെ കൂടെ തന്നെ നിൽക്കും, പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ അതും ചെയ്യും. ഇപ്പം കോൺഗ്രസ്സുകാർക്ക് ഒരു അവസരം കിട്ടിയിരിക്കുക രാഹുലിനെ തിരിച്ചെടുക്കാനാണ്. എടുത്ത അടിപൊളിയായിരിക്കും. ഇപ്പം ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ആ ഒരു ഇതിൽ നിൽക്കുക, ഭരണം ആര് കിട്ടുമെന്നുള്ളത്. പക്ഷെ രാഹുലിനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് കേരളം കോൺഗ്രസ് തൂക്കും. എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമർന്നിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിനകത്ത് വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനകത്ത് ആ ആരോപണങ്ങളുടെ കേസ് അന്വേഷിക്കുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ജനങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ ഇവരെന്താ മറുപടി പറയാൻ പോകുന്നത്? ശ്രീ കെ വി ഗണേഷ് കുമാറിനെ പോലെ നിരന്തരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സീരിയസ് ആയിട്ട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ, അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് മാധ്യമങ്ങളോട് ഉന്നയിക്കുകയല്ല. അവര് ഈ സംസ്ഥാനത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തന്നെ എല്ലാ സ്ത്രീകൾക്കും വിശ്വാസത്തോടു കൂടി പരാതി പറയുവാൻ കഴിയുന്ന കൺട്രോൾ റൂം നമ്പർ 112 അവർ വിളിക്കുന്നു. ആ വിളിക്ക് എന്ത് പരിഹാരം ഉണ്ടായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം. 2, അതിനെ തുടർന്ന് SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ട് എന്ത് മറുപടി ഉണ്ടായി, എന്ത് തീരുമാനം ഉണ്ടായി എന്ന് SP പറയണം. ഇന്ന് ശ്രീ കെ വി ഗണേഷ് കുമാറിന്റെ ജീവിത പങ്കാളിയായ അതിജീവിത ഗാർഹിക പീഡനങ്ങൾ നിരവധി തവണ ഏറ്റുവാങ്ങേണ്ടി വന്ന അതിജീവിത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എന്താണ് അവര് പറഞ്ഞത്? അവരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി. എങ്ങനെ കഴിയുന്നത്? നിങ്ങൾ വിചാരിച്ച ഫോൺ ചോർത്താൻ കഴിയുമോ? എത്ര ഗൗരവമുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ അധികാരത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ദുർവിനിയോഗം അല്ലെ നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഫോൺ ചോർത്തുവാൻ? ആ ഫോണിലേക്ക് വരുന്ന കോളുകളുടെ ടെക്സ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് അറിയാനുള്ള സംവിധാനം എന്താ? അങ്ങനെയാണോ എല്ലാ മന്ത്രിമാരും പ്രവർത്തിക്കുന്നത്? അറിയാൻ കേരളീയ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അറിയണം. ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം, പോലീസ് അന്വേഷിക്കണം, ഇവന്റെ കള്ളങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ഇപ്പൊ ഇവിടെ കേരളം ഭരിക്കുന്നത് പിണറായിയാണ്. അവന്റെ അണ്ടറിൽ നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ. ഇതൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. നാട് മുടിഞ്ഞ് കുട്ടിച്ചോറായി. ഇപ്പൊ നേഴ്സന്മാർ അവിടെ കിടന്ന് ഗുസ്തി ഇടുക. ഇന്ന് മന്ത്രിയുടെ മരുമോൻ പോയപ്പോൾ കൂവി നാറ്റിച്ച്.
ഇവിടെ നമ്മുടെ സത്യം പറയല്ലോ, നമ്മളിപ്പോൾ ഒരു ജയിലിൽ കിടക്കുക, ഇതിനേക്കാളും ഭേദം ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ഉള്ള കാര്യം പറയാലോ. അല്ലെങ്കിൽ ആ രാജഭരണം മതിയായിരുന്നു. രാജഭരണമാകുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ രാജാവിന് കക്കേണ്ട ആവശ്യമില്ല, പുള്ളിയാണല്ലോ കൊടുക്കുന്ന പ്രജകൾക്ക്. എന്തൊക്കെ അവസ്ഥ ഈശ്വര. മറ്റൊരു ഗൗരവതരമായ വിഷയം അവർ തന്നെ പറയുന്നുണ്ട്, ഈ അതിജീവിത തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ അവർ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയത്തിനകത്ത് പരാതി പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് എന്ത് നടപടിയാണ് ആ വിഷയത്തിനകത്ത് ഉണ്ടായത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പറയണം, പോലീസ് സംവിധാനം പറയണം. ഇനി ശ്രീ കെ.ബി. ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങൾ ഉണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ വിഷയമല്ല. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു കയറ്റം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. അതെല്ലാം പോകട്ടെ, അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവിടെയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ശ്രീ കെ.ബി. ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രണയത്തിനൊക്കെ അങ്ങനെ നിൽക്കുന്നത്, നമുക്ക് അതിനകത്തൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അത് KSRTC മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലോ കൈ കാണിക്കുന്ന സ്ഥലത്തുനിന്നൊക്കെ ആളുകളെ വിളിച്ച് കയറ്റാനായിട്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഞാൻ പ്രണയമാണെന്ന് പറയുമ്പോഴും അന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി എത്ര പ്രണയമാണെന്ന് പറഞ്ഞാലും അത് അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു നിയമവിരുദ്ധ പ്രവൃത്തി അന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറയട്ടെ. ഒന്ന്, അന്നത്തെ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ അദ്ദേഹം ഇനി എന്ത് പ്രണയമാണെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിന്റെ ഒരു നിയമത്തിന്റെയും പരിരക്ഷ ലഭിക്കാത്ത ഒരു ഗുരുതരമായ ക്രൈം ശ്രീ കെ.ബി. ഗണേഷ് കുമാർ നടത്തിയിട്ടുണ്ടോ? ഒന്ന്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ഭാര്യ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റാത്ത കുറച്ച് കാഴ്ചകൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വേറെ ഒരുത്തരുണ്ടായിരുന്നു, അവനോട് പറഞ്ഞ ആ ഫോൺ തട്ടിപ്പിടിക്ക്, അവരെ മോശമായിട്ടുള്ള രീതിയിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ, അതിനെക്കുറിച്ചാണ് രാഹുൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ആ ഒരു വ്യക്തിക്ക് ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം. രണ്ട്, അദ്ദേഹം ചൂഷണം ചെയ്ത മനുഷ്യന്മാരിൽ നമ്മളെല്ലാവരും വളരെ വിശ്വാസത്തോടു കൂടി കാണുന്ന ഏതെങ്കിലും ഒരു ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? ചോദ്യം നമ്പർ 2. നമ്മളെല്ലാവരും വിശ്വാസത്തോടു കൂടി കാണുന്ന ഏതെങ്കിലും ബിംബത്തെ അദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ടോ? 2. ഇനിയും അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്ന, ഇതൊന്നും പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ, പബ്ലിക് ഡൊമൈനിൽ എത്തിയൊരു വിഷയമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തു. അപ്പോ അത് അട്രോസിറ്റി അഗൈൻസ്റ്റ് വിമൻ അല്ലേ? ഈ നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലാതെ വെമ്പൽ കൊള്ളുന്ന ഒരു സർക്കാർ KSRTC ബസ്സിന്റെ പുറവശത്ത് എഴുതി വെച്ചിട്ടുണ്ട്, 10 വർഷം സ്ത്രീകൾക്ക് ഇവിടെ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, ഒരു സ്ത്രീകൾക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതി എഴുതി വെച്ചിട്ടുണ്ട്. ബസ് യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാവും. 10 വർഷം സ്ത്രീകൾക്ക് സുരക്ഷിത കേരളത്തിൽ തന്നെ. ഇപ്പൊ മനസ്സിലായല്ലോ, മന്ത്രിയുടെ ഭാര്യയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അത് കൂടുള്ളവർ തട്ടിക്കളിക്കുന്നു. കഷ്ടം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അതിജീവിതയെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ്. അതിജീവിതകളെ പിന്നെയും ചൂഷണം ചെയ്തൊരു സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് അതിജീവിതയെ വെച്ചിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മൃഗീയമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പരസ്യം നമ്മൾ കണ്ടു. അങ്ങനെ ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിയുടെ സ്റ്റാഫുകൾ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടികൾ സ്വീകരിച്ചു? ഇത്രയും കാര്യങ്ങൾക്ക് ശ്രീ കെ.ബി. ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബാക്കി പറയാം. ശ്രീ കെ.ബി. ഗണേഷ് കുമാർ, ഇത് ന്യായീകരണം തന്നെയാണ്. ശ്രീ കെ.ബി. ഗണേഷ് കുമാർ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നോ? എപ്പോ ചോദിച്ചാൽ അത് ന്യായീകരണം തന്നെ, അതങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഗണേഷ് കുമാറിനോട് ചോദിക്കത്തില്ല, ഇവന്മാരൊക്കെ മുട്ടുപറിക്കും. കാരണം ഇവന്മാർക്കൊക്കെ ചെലവും കൊടുക്കുന്ന ഇവന്മാരാ, നല്ല രീതി ഫണ്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഈ ഇലക്ഷന്റെ അവസാന നിമിഷത്തിൽ രാഷ്ട്രീയക്കാരുടെ ചില പരിപാടികളുണ്ട്, എൻ്റെ പൊന്നും മക്കളെ, ഊട്ടായിപ്പ് പരിപാടികൾ. ഒരുപാട് അവന്മാർ പൈസ ഇറക്കും. പൈസ ഇത്രയും നാള് ഉണ്ടാക്കിയത് ഒരു 10, 200, 300 കോടി അങ്ങ് മാറ്റി അങ്ങ് വെച്ചിട്ട് അതേ പൈസ ജനങ്ങളുടെ പൈസ, എന്നിട്ട് ജനങ്ങൾക്ക് അതും ഇതും വാഗ്ദാനം ചെയ്തിട്ട് അങ്ങ് ഇലക്ഷൻ വർക്കിന് അങ്ങ് ഇറങ്ങും നാണം കെട്ട നാറികൾ. ഒന്ന് കാണിക്കട്ടെ, ഈ വിഷയത്തെ പറ്റി പറയാം. ആ വിഷയം താങ്കൾ ഒത്തിരി ചർച്ച ചെയ്താണല്ലോ, താങ്കൾ ചർച്ച ചെയ്തു. ഒരുത്തരങ്ങ് കൊണ്ട് ഒരു റിപ്പോർട്ടറിന് ഗണേശിനെ പറഞ്ഞതിന്റെ അത് തോന്നുന്നു. താങ്കൾക്കെതിരെ നാണം കെട്ടവന്മാരെടാ, ഇവിടെ കേരളം ഇപ്പൊ ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? പിണറായിയുടെ കീഴി നിൽക്കുന്നവൻ കാണിച്ച തോന്നിവാസമാണ് സ്വന്തം ഭാര്യയെ. നാണം കെട്ടവന്മാര്. ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റുകളുടെ പേര് SIT രൂപീകരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ ഉണ്ടല്ലോ. അവര് പരാതി കിട്ടുന്നതിന് മുമ്പ് സഹോദരൻ
അങ്ങയുടെ ധാർമ്മിക ദോഷം വല്ലാതെ വേണ്ട, വല്ലാതെ വേണ്ട. ഞാൻ എന്റെ മാധ്യമസഭയിൽ നടത്തില്ല, എന്റെ മാധ്യമസഭയിൽ നടത്തില്ല. അല്ല, എന്റെ മറുപടി പറയട്ടെ, ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണല്ലോ. ഞാൻ പറഞ്ഞ മറുപടി SIT 2 ദിവസമായിട്ട് ഈ വാർത്ത വന്നിട്ട് വാർത്ത പോലും കൊടുക്കാം. SIT ഞാൻ താങ്കളോടാ പറയുന്നത്. SIT നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു താഴിക്കാരൻ അവൻ അങ്ങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ലൈവ് കണ്ടോണ്ടിരുന്നായിരുന്നത്. ലൈവ് ഞാനിപ്പോൾ സ്ക്രീനിനകത്ത് ഇതിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ എനിക്ക്, കാരണം അല്ലെങ്കിൽ പിന്നെ എല്ലാം ചളവളമാവും. ഒരു താഴിക്കാരൻ എടുത്തിട്ട് പട്ടി ഷോ ആയിരുന്നു അവൻ അവിടെ ഇരുന്ന്. പട്ടി ഷോ. എടാ നാണം കെട്ടവനെ മന്ത്രിയുടെ കണ്ണാക്കി പോയി കൊടുക്കടാ, അല്ലാതെ രാഹുലിന്റെ നെഞ്ചത്തോട്ട് കയറി ചെല്ലാതെ. അതായത് ഒരു മെയിലിൽ പരാതി വന്നാൽ ആ മെയിലിന്റെ ഒതന്റിസിറ്റി പോലും നോക്കാതെ, പ്രാഥമിക അന്വേഷണം നടത്താതെ പരാതി സ്വീകരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. SIT ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ ചോദിക്കുന്ന ഒരു സ്ത്രീ 112 വെറുതെ വിളിക്കുകയാണോ? പരാതിയില്ലാതെ വിളിക്കുകയാണ്. അങ്ങനെയാണോ 112 വിളിക്കുക? എന്തിനാ 112 വിളിക്കുന്നത്? എന്തിനാ ഒരു സ്ത്രീ 112 വിളിക്കുന്നത്? നിങ്ങൾ അതിനെ വെള്ളം ചേർക്കാതെ 112 ഒരു സ്ത്രീ വിളിക്കുന്നത് എന്തിനാ? എന്തിനാണ് അവർ SP വിളിക്കുന്നത്? എന്തിനാണ് അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് ഈ പരാതി പറയുന്നത്? പിന്നീട് പരാതികൾ ഉണ്ടാകുമ്പോ അദ്ദേഹം ഇരിക്കുന്ന അധികാരത്തിന്റെ സ്വാധീനത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ഇത്തരത്തിൽ ഒരു പരാതിയും ഇല്ല എങ്കിൽ പോലും അദ്ദേഹം ഈ രാജ്യത്തെ ഒരു നിയമത്തിന്റെ പരീക്ഷ ലഭിക്കാത്ത ഒരു ഒഫൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ചില ബിംബങ്ങളിൽ ഒരു ബിംബം അദ്ദേഹം ചൂഷണം ചെയ്ത ആളുകളുടെ പട്ടികയിലുണ്ട്. അദ്ദേഹം പറയട്ടെ, അത് പറഞ്ഞു, അദ്ദേഹം പറയട്ടെ, ബാക്കി അദ്ദേഹം പറയട്ടെ, എല്ലാം ഞാൻ തന്നെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം ഗണേഷ് കുമാറിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മെയിൽ അയച്ചപ്പോൾ എല്ലാവരും കൂടെ ചെന്ന് തൂക്കിയെടുക്കാൻ പോയല്ലോ. ഇവിടെ മന്ത്രിയുടെ ഭാര്യ പോലീസുകാരോട് അഭയം ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല, അവർ പോലും ദ്രോഹിക്കുകയോ ചെയ്തത്. ഇതാണ് ഇവിടുത്തെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും കാണുന്ന ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മണ്ടത്തരത്തിൽ പോയി ചാടരുത്. നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും പോയി കോൺഗ്രസിന് വോട്ട് കൊടുക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഈ പാർട്ടിക്ക് വോട്ട് കൊടുക്കരുത്. കാരണം ഇനി വിജയ സാധ്യതയുള്ള ആ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ. എന്തായാലും BJP വരുമല്ലോ, അപ്പം നോട്ടേ കുത്താതെ പോയി കോൺഗ്രസിന് വോട്ട് ചെയ്യും ധൈര്യമായിട്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ. അടുത്ത വീഡിയോയുടെ ഉറപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അഭിപ്രായം കറക്റ്റായിട്ട് കൊടുക്കുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു, ലൈക്കും കൊടുത്തു. ബൈ, ലവ് യു ഓൾ.